സത്യവേദ പുസ്തകം ഇന്നത്തെ രീതിയിൽ നമ്മുടെ കൈകളിലെത്തിയത് എങ്ങനെയാണെന്നാണ് നാം ഈ എപ്പിസോഡിൽ പഠിക്കുന്നത്. അതിനു മുമ്പ് ബൈബിൾ വിജ്ഞാനകോശം എന്ന പരമ്പരയിൽ നാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ബൈബിൾ വിജ്ഞാനകോശം ഒന്നാമത്തെ എപ്പിസോഡിൽ ബൈബിൾ പുസ്തകങ്ങളുടെ തരംതിരിവ് പഠിച്ചു. രണ്ടാമത്തെ എപ്പിസോഡിൽ തോമസ് ലീഹ മുതൽ ബെഞ്ചമിൻ ബെയ്ലി വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചു. മൂന്നാമത്തെ എപ്പിസോഡിൽ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ബൈബിൾ വിവർത്തന ചരിത്രം പഠിച്ചു. സത്യവേദ പുസ്തകം ഇന്നത്തെ രീതിയിൽ നമ്മുടെ കൈകളിലെത്തിയത് എങ്ങനെയാണെന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ബെഞ്ചമിൻ ബെയ്ലിയുടെയും ഹെർമൻ ഗുണ്ടർട്ടിന്റെയും പരിഭാഷകൾ ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് മറ്റൊരു ബൈബിൾ വിവർത്തനം ആവശ്യമായി വന്നത്? മുമ്പുള്ള എപ്പിസോഡിൽ തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്ന മലബാർ പ്രദേശത്തും നിലനിന്നിരുന്ന ഭാഷാപരമായ വ്യത്യാസങ്ങളെക്കുറിച്ച് നാം പഠിച്ചുവല്ലോ. 19-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ മലയാളത്തിന് ഇന്നത്തെപ്പോലെ ഒരു സാർവത്രികമായ സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം ഉണ്ടായിരുന്നില്ല. തെക്ക് ഭാഗത്തുള്ള തിരുവിതാംകൂറിലെ മലയാളവും മധ്യത്തിലുള്ള കൊച്ചിയിലെ മലയാളവും വടക്കുഭാഗത്തുള്ള മലബാറിലെ മലയാളവും തമ്മിൽ ഉച്ചാരണത്തിലും പദപ്രയോഗത്തിലും വ്യാകരണത്തിലും വ്യത്യാസങ്ങൾ നിലവിലുണ്ടായിരുന്നു. ബെയ്ലിയുടെ ബൈബിൾ പരിഭാഷ ഭാഷാപരമായി സമ്പന്നമായിരുന്നെങ്കിലും അതൊരു അഖില കേരള ഭാഷയായി മാറാൻ കഴിയാതെ പ്രധാനമായും തിരുവിതാംകൂർ ശൈലിയിൽ ഒതുങ്ങിപ്പോയിരുന്നു. തിരുവിതാംകൂറിലുള്ളവർക്ക് അത് സ്വാഭാവികവും എളുപ്പവുമായിരുന്നു. എന്നാൽ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഈ പരിഭാഷ അല്പം അപരിചിതമായി തോന്നിയിരുന്നു. തലശ്ശേരി കേന്ദ്രീകരിച്ചു നടന്ന ഗുണ്ടർട്ട് ബൈബിൾ പരിഭാഷ വടക്കൻ കേരളത്തിലെ ഭാഷാശൈലിയെയാണ് പിന്തുടർന്നത്. അതിനാൽ മലബാർ പ്രദേശത്തുള്ളവർക്ക് അത് കൂടുതൽ സ്വാഭാവികമായിരുന്നെങ്കിലും തിരുവിതാംകൂറിലുള്ളവർക്ക് അത് അല്പം അപരിചിതമായ ശൈലിയായി അനുഭവപ്പെട്ടു. രണ്ട് പരിഭാഷകളും തെറ്റായിരുന്നില്ല, പക്ഷേ രണ്ടും പൂർണ്ണമായിരുന്നില്ല. കാരണം കേരളം തന്നെ അന്നത്തെ കാലത്ത് ഒരൊറ്റ ഭാഷയായിരുന്നില്ല. ഭാഷാപരമായ വ്യത്യാസം ഒഴിവാക്കി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗിക്കത്തക്ക വിധം ഒരു ഏകീകൃത പരിഭാഷയ്ക്കായി ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. ബ്രിട്ടനിൽ 1804 സ്ഥാപിതമായ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അവരുടെ മാതൃഭാഷയിൽ ബൈബിൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയിൽ വിവിധ ശാഖകൾ അഥവാ ഓക്സിലിയറീസായി പ്രവർത്തിച്ചിരുന്ന ഈ സൊസൈറ്റി സ്വാതന്ത്ര്യാനന്തരം ഏകീകരിക്കപ്പെടുകയും നിലവിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബെയ്ലിയുടെയും ഗുണ്ടർട്ടിന്റെയും വിവർത്തനങ്ങളിലെ ഭാഷാപരമായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒരു ഏകീകൃത മലയാള ബൈബിൾ രൂപപ്പെടുത്തുന്നതിനായി ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലറി 1871 ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഒരു പ്രത്യേക പരിഷ്കരണ സമിതി മലയാളം റിവിഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. മലയാളം റിവിഷൻ കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ച് മിഷണറി സൊസൈറ്റി, ബാസൽ മിഷൻ എന്നിവയിലെ മിഷണറിമാരും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യൻ പണ്ഡിതന്മാരുമായിരുന്നു പങ്കെടുത്തത്. 1871 കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി. സമിതി രൂപീകരിച്ച് ഏകദേശം 18 വർഷത്തെ തീവ്രശ്രമത്തിനൊടുവിലാണ് 1889 പുതിയ നിയമത്തിന്റെ ഏകീകൃത പരിഭാഷ പൂർത്തിയായത്. പഴയ നിയമം കൂടി പൂർത്തിയാക്കി 1890ഓടെ ഒരു സമ്പൂർണ്ണ ബൈബിൾ രൂപപ്പെടുത്തിയെടുത്തു. ഇതിനെയാണ് ആദ്യകാല യൂണിയൻ വേർഷൻ എന്ന് വിളിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തെ കഠിനാധ്വാനമാണ് ഇതിന് പിന്നിലുള്ളത്. 1890 യൂണിയൻ വേർഷൻ പ്രസിദ്ധീകരിച്ചതിനു ശേഷവും ഭാഷാപരമായ ചില പരിഷ്കാരങ്ങൾ ആവശ്യമായി വന്നു. ബൈബിൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഈ ചെറിയ പരിഷ്കരണ പ്രവർത്തനത്തിന്റെ ഫലമായി 1910 പ്രസിദ്ധീകരിച്ച പതിപ്പാണ് സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകം ഓൾഡ് വേർഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇന്നും കേരളത്തിലെ ഭൂരിഭാഗം ക്രൈസ്തവ സഭകളിലും ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന അടിസ്ഥാന മലയാള ബൈബിൾ വിവർത്തനം ഈ സത്യവേദ പുസ്തകമാണ്. സത്യവേദ പുസ്തകം ഓൾഡ് വേർഷൻ അതേ പഴയ ലിപിയിൽ PDF ഫോർമാറ്റിൽ ഇന്റർനെറ്റ് ആർക്കൈവിലും പുതിയ ലിപിയിൽ ഡിജിറ്റൽ പതിപ്പ് വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ആപ്പ് സ്റ്റോറുകളിലും ലഭ്യമാണ്. ഇങ്ങനെ റംബാൻ, ബെയ്ലി, ഗുണ്ടർട്ട്, യൂണിയൻ വേർഷൻ, സത്യവേദ പുസ്തകം എന്ന ക്രമത്തിലൂടെയാണ്
മലയാള ബൈബിൾ ഇന്നത്തെ രൂപത്തിലേക്ക് വികസിച്ചത്. ഇന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ബൈബിളിന്റെ വിവിധ ഭാഷകളിലുള്ള പതിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ മാത്രമല്ല, അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും മുൻപന്തിയിലാണ്. അച്ചടി രൂപത്തിലുള്ള ബൈബിളുകൾക്ക് പുറമെ അവർ ഓഡിയോ ബൈബിളുകളും തയ്യാറാക്കുന്നു. വായിക്കാൻ കഴിയാത്തവർക്കും പ്രായമായവർക്കും രോഗകിടക്കയിലുള്ളവർക്കും യാത്ര ചെയ്യുന്നവർക്ക് യാത്രക്കിടയിലും ദൈവവചനം കേൾക്കാൻ ഓഡിയോ ബൈബിളുകൾ പ്രയോജനപ്പെടുന്നു. അതുപോലെ തന്നെ കാഴ്ചപരിമിതിയുള്ളവർക്കായി ബ്രെയിൽ ബൈബിളുകളും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ എല്ലാവർക്കും ബൈബിൾ ലഭ്യമാക്കാനുള്ള ശ്രമം അവർ തുടരുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ബൈബിൾ വായനയുടെ രീതിയും മാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ പതിപ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ മുൻപന്തിയിലാണ്. അവരുടെ ബൈബിൾ പതിപ്പുകൾ യുവേർഷൻ പോലുള്ള പ്രമുഖ ഡിജിറ്റൽ ആപ്പുകളിലും എളുപ്പത്തിൽ ലഭ്യമാണ്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നിരവധി പദ്ധതികളും പ്രസിദ്ധീകരണങ്ങളും നടത്തുന്നുണ്ട്. 1811 റംബാൻ ബൈബിളിന്റെ ആദ്യ പ്രയത്നം മുതൽ 1910 സത്യവേദ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം വരെ, അതിനുശേഷം ഇന്നുവരെ ഓഡിയോ ബൈബിളുകളും ബ്രെയിലി ബൈബിളുകളും ഡിജിറ്റൽ ആപ്പുകളും വഴി ദൈവവചനം ലോകമെമ്പാടും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാത്ര, ഇത് വെറും ഒരു ചരിത്രമല്ല, ഇത് വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മലയാളത്തിലെത്താൻ എത്രയോ ഹൃദയങ്ങൾ മിടിച്ചു, എത്രയോ കൈകൾ അധ്വാനിച്ചു, എത്രയോ ജീവിതങ്ങൾ നിശബ്ദമായി സമർപ്പിക്കപ്പെട്ടു. ഈ ബൈബിൾ വിവർത്തനത്തിനായി പ്രയത്നിച്ച മിഷണറിമാരെയും പണ്ഡിതന്മാരെയും നമ്മുടെ കൈകളിലെത്തുവാൻ പ്രയത്നിച്ചവരെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അവർക്കായി ദൈവത്തിന് നന്ദി പറയാം. അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. എന്നാൽ അവരുടെ വിശ്വാസവും സ്നേഹവും അധ്വാനവും അർപ്പണബോധവും ഈ മഹത് ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, ഈ പുസ്തകം വെറും കടലാസും മഷിയും കൊണ്ടുള്ള ഒന്നല്ല. നിങ്ങളത് തുറക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. പൂർവികർ കഷ്ടപ്പെട്ട് നമുക്ക് നൽകിയ ഈ പുസ്തകം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കാത്തിരിക്കുന്നു. ബൈബിൾ ഈസ് എ ടോക്കിംഗ് ബുക്ക്. ബൈബിൾ വെറും അക്ഷരങ്ങളുടെ സമാഹാരമല്ല, അത് ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. അത് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിത സാഹചര്യത്തിൽ ബൈബിൾ വ്യക്തിപരമായി സംസാരിക്കുന്നു. ഒരേ വാക്യം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായി നമ്മോട് സംസാരിക്കും. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങുന്നു. നിന്റെ വചനം എന്റെ കാലിനു ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഈ വചനത്തിന്റെ പ്രകാശം നിങ്ങളുടെ ഇരുണ്ട വഴികളിൽ വെളിച്ചമാകട്ടെ, നിങ്ങളുടെ സംശയങ്ങളിൽ ദിശയായിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയായിരിക്കട്ടെ. ഈ സത്യവേദ പുസ്തകം നിങ്ങളുടെ കൈകളിൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. അപ്പോൾ മാത്രമേ ഇത് നിങ്ങളുടെ നിത്യജീവന്റെ വഴിയായി മാറൂ. ഇതുതന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.